1 സാമുവേൽ 17-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്കൊരു 10 ഗോലിയാത്തുകളെക്കുറിച്ച് കണ്ടെത്താൻ പറ്റും. ഈ ഗോലിയാത്തെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ ഗോലിയാത്തുകളെ നീക്കം ചെയ്തിട്ട് നമ്മുടെ ഉള്ള് ഒന്ന് ശക്തിപ്പെടുത്തിയാൽ പിന്നെ ഏത് ദുഷ്ടാത്മാവും വരട്ടെ, പുറമേന്ന് വരുന്ന ശക്തിയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. പുറമേ ഉള്ളവനേക്കാൾ ശക്തനായിട്ട് നമ്മുടെ ഉള്ളു മാറുമ്പോൾ അതിന് ഉള്ളിൽ നിന്ന് ഈ ശത്രുക്കളെ നമ്മൾ മാറ്റണം. 8-10 ശത്രുക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഗോലിയാത്തിനെ ദാവീദ് അവനെ പരാജയപ്പെടുത്തിയത്, ശരിക്കും അവൻ്റെ തല വെട്ടിയത് ഗോലിയാത്തിൻ്റെ തന്നെ വാളൂരിയ. ദാവീദിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു. അവനാ കല്ലും കവണയും ഉപയോഗിച്ച് ഒരു പ്രയോഗം പ്രയോഗിച്ചതാണ്. അവൻ മുമ്പോട്ട് മറിഞ്ഞ് മൂക്ക് കുത്തി കടന്നു. എല്ലാവരും അവൻ വല്ല ചാടി എഴുന്നേറ്റ് വേണേ അവിടുന്നാണേലും ദാവീദിനെ വേണേ ഉപദ്രവിക്കാമായിരുന്നു. അതിനുപോലും ദൈവം അനുവദിച്ചില്ല. മുമ്പോട്ട് മൂക്ക് കുത്തി കിടക്കുക. ഫ്രണ്ടിൽ നിന്ന് അവൻ അടി കിട്ടിയിട്ടും സാധാരണ പുറകോട്ട് പോകണ്ടല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ബുദ്ധി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുക. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഉള്ളിൽ കണ്ടെത്താവുന്ന ചില ഗോലിയാത്തുകൾ. ഒന്നാമത്തെ ഗോലിയാത്താണ്, ഇംഗ്ലീഷിൽ പറയും ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഇത് നല്ല കെട്ടുറപ്പുള്ള ഭാവന ഉണ്ടായിട്ട് ആ വീട്ടിനകത്ത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വം, ഞാൻ സുരക്ഷിതനല്ല അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ആരെങ്കിലും വന്ന് അവരുടെ ഭിത്തി ഇടിച്ചു പൊളിച്ച് അകത്ത് കയറുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും വേണമെന്നില്ല. നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്ന ആ ഒരു തോന്നൽ ഇതൊന്ന് ചിന്തിച്ചാൽ മതി. എത്രയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിപ്പി കുഴഞ്ഞു വീണ് മരിച്ച ആൾക്കാർ, വേറെ വലിയ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും പറയാനില്ലാഞ്ഞിട്ട് പോലും പെട്ടെന്നൊരു മാസീവ് അറ്റാക്ക് വന്ന് ഓൺ ദ സ്പോട്ടിൽ മരിച്ചവരുണ്ട്. നമ്മൾ 2 ഡോക്ടർമാരെ ഫുൾ ടൈം പേയ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ അടുത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഏത് ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റും? അതാണ് നമ്മുടെ കാര്യം. പക്ഷെ ഇന്ന് ലോകത്ത് സെക്യൂരിറ്റി തേടി ദൈവം വാഗ്ദാനം ചെയ്ത ആ ഒരു സെക്യൂരിറ്റി തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കാതെ ഈ അരക്ഷിതത്വം അനുഭവിക്കുന്ന പല വ്യക്തികളെയും കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1-ാമത്തെ വചനം എടുത്താൽ മതി. ഉൽപ്പത്തി 15-ന്റെ 1-ാമത്തെ വചനം. അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് ദൈവം വരിക. അബ്രാഹത്തോട് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ പറ്റും. അബ്രാഹത്തോട് പറഞ്ഞെന്താ? അബ്രാം, ഞാൻ നിനക്ക് കവചമായിരിക്കും. ഈ കവചത്തിനുള്ളിലുള്ള ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ ഏതെങ്കിലും ശക്തിക്ക് തകർക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞാണ്, ഞാൻ നിനക്ക് കവചമായിരിക്കും. എത്രയോ സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഏറ്റെടുത്തതോടെ ഒരു മനുഷ്യർക്കും അവരെ ഒന്ന് തോൽപ്പിക്കാൻ പറ്റിയില്ല. യുദ്ധം ജയിക്കുന്നത് ആയുധബലം കൊണ്ടോ അല്ലെങ്കിൽ സൈന്യബലം കൊണ്ടോ അല്ല. യുദ്ധം ജയിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. ഈ തിരിച്ചറിവില്ലാത്തവരാണ് ഒരുപാട് ചങ്കുപൊട്ടി, ഒരുപാട് ഓടി നടന്ന്, ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നിട്ട് അവസാനം വന്നപ്പോൾ പരാജയം. സുഭാഷിതങ്ങൾ 16 3-ാമത്തെ വചനം എടുക്കുമ്പോൾ വിജയത്തിനുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അധ്വാനം ദൈവത്തിനർപ്പിക്കുക. ദൈവത്തിനർപ്പിക്കപ്പെട്ട അധ്വാനം ദൈവം ആശീർവദിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥന പോലുമില്ലാതെ അധ്വാനിക്കുന്നവരാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതായിരിക്കും കേട്ടോ. ഈ അധ്വാനിച്ച മണിക്കൂറുകൾ 1 മണിക്കൂർ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ആ 1 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും. പോയാൽ ഇത്രയല്ല ഉള്ളൂ. ഏതാനും ദിവസങ്ങൾ നിങ്ങൾ അത് ചെയ്താൽ പോലും പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ അധ്വാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ വ്യത്യാസം അതുപോലെ രാപകല് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. രാപകല് വ്യത്യാസം. നമ്മുടെ അധ്വാനം ദൈവം ഏറ്റെടുത്ത് ആശീർവദിക്കുമ്പോഴാണ് ഫലമണിയുന്നത്. ഈ ആശീർവാദമില്ലാതെ ഒരുപാട് നമ്മൾ ഓവർ വർക്ക് ചെയ്താലും റിസൾട്ട് നോക്കുമ്പം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. റെസ്റ്റ് പോലും
അമേരിക്കയിൽ ഒരു പഠനം നടത്തി. ആ പഠനം ഈ രീതിയിലായിരുന്നു. 7 ദിവസവും ജോലി ചെയ്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ഡേ ഇല്ല, ഡേ ഓഫ് ഇല്ല, 7 ദിവസവും ജോലി. വേറെ ചിലർ 6 ദിവസം ജോലിയും 1 ദിവസം വിശ്രമവും. കർത്താവ് ഈ സാപത്തൊക്കെ വെച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഒരു കണ്ടെത്തിയ കാര്യം എന്നാണെന്നറിയോ? 6 ദിവസം ജോലി ചെയ്തിട്ട് 1 ദിവസം വിശ്രമം എടുത്തവരായിരുന്നു മോർ പ്രൊഡക്റ്റീവ്. സാപത്ത് വർഷത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ നിയമാവർത്തനം ലേവ്യരുടെ പുസ്തകം 25 വായിച്ചാൽ കാണാൻ പറ്റും. സാപത്ത് ദിവസമുണ്ട്, സാപത്ത് വർഷമുണ്ട്. എന്താ നമ്മളവിടെ കാണുക? കർത്താവ് പറഞ്ഞൊരു കാര്യം, 6 ദിവസം എല്ലാ ജോലിയും ചെയ്തോ, 7-ാം ദിവസം വിശ്രമിച്ചോ. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഒരു നഷ്ടം വരത്തില്ല, ലാഭം വരുള്ളൂ. അങ്ങനെ സാപത്തിൽ പണിയെടുക്കാതെ സാപത്തിൽ കുറച്ച് പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്ത വ്യക്തികളെ എനിക്കറിയാം. അവരൊന്നും പാപ്പരായിട്ടൊന്നുമില്ല. സാപത്ത് പോലും അയ്യോ അന്നെങ്ങനെ നമ്മൾ കാശുണ്ടാക്കാതിരിക്കും എന്ന് വിചാരിച്ച് പോയി ഉണ്ടാക്കിയിട്ട് അവസാനം പാപ്പരായ എത്ര സംഭവങ്ങൾ എനിക്കറിയാം. ഒരു കാലത്ത് ആവശ്യത്തിലേറെ പണം കൈവന്നുകൊണ്ടിരുന്ന, ഇപ്പോൾ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും പിള്ളേരുടെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുക. അങ്ങനെ ഒരു ഗതികേട് കർത്താവ് വരുത്തില്ലായിരുന്നു സാപത്തിനെ ആദരിച്ചെങ്കിൽ. സാപത്ത് വർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? സാപത്ത് വർഷം 7-ാം വർഷം നിങ്ങൾ കൃഷി ഇറക്കരുത്. 7-ാം വർഷം ചുമ്മാ ഇട്ടേക്കുക, കൃഷി വേണ്ട. അപ്പോൾ ഈ ഞങ്ങളെങ്ങനെ 7-ാം വർഷം കഴിക്കും നിങ്ങൾ ചോദിക്കുമെന്നറിയാം. അതുകൊണ്ട് ദൈവം പറയാണ്, ആ ചോദ്യമൊക്കെ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. തലേ വർഷം നിങ്ങൾ വിതയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വർഷത്തെ, പിന്നെ ചെയ്യാതിരിക്കുന്ന വർഷത്തെ, പിന്നെ 1 വർഷത്തെ എക്സ്ട്രാ 3 വർഷം കിട്ടുന്നത് 1 വർഷം തരും. ലാഭമാണോ അല്ലയോ? നോർമലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അത് വലിയ ലാഭമാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കാതെ ജീവിക്കുന്നവർക്ക് അതെല്ലാം നഷ്ടമാണ്. എന്നിട്ട് പാപ്പരായി കണ്ണീരും വേദനയായിട്ട് കറങ്ങി നടക്കും. വചനം ആദരിച്ചാൽ അവർക്ക് ഉത്കർഷം ലഭിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. വചനം ആദരിച്ചാൽ, വചനത്തെ ആദരിച്ച് കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ അവിടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളത് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഉടനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുരക്ഷിതത്വം കണ്ടെത്തേണ്ടത് ദൈവത്തിലാണ്. നിങ്ങൾ യെശയ്യ 47:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം മറക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യെശയ്യ 47:12 ക്രൂരതയിൽ നിങ്ങൾ സുരക്ഷിതത്വം കണ്ടെത്തി. എന്നായിരുന്നു ക്രൂരതയിൽ സുരക്ഷിതത്വം? തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറുപ്പം മുതൽ നിങ്ങൾ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അവ നിങ്ങളിൽ ഭീതി ജനിപ്പിച്ചേക്കാം, ഫലമുളവാക്കിയേക്കാം, പക്ഷേ അവസാനം നിങ്ങൾ കത്തിച്ചാരമാവും. ചിലർക്ക് കുറച്ച് നാളത്തേക്ക് പോലും ഒരു സഹനമോ ഒരു തടസ്സമോ അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അത് മാറ്റാൻ ഏതെങ്കിലും വഴിയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടും. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം സുരക്ഷിതമാക്കണം, എനിക്ക് എൻ്റെ ഭാവി സുരക്ഷിതമാക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൊച്ചുണ്ടാകണം, ആ കൂടോത്രത്തിലൂടെ ആണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വേണം. അതിനാണ് ഈ ക്രൂരതയിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അതൊന്നും നിലനിൽക്കുന്നതല്ലെന്ന്. അങ്ങനെയൊക്കെ പോയിട്ട് ഇന്ന് ഒരുപാട് ദുരിതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. വിശ്വാസം ബലികഴിച്ചിട്ട് നമ്മൾ എന്തിനാ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിക്കുക? കാരണം അത് ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ ഓക്കെ ആയിരിക്കും. ദീർഘായുസ്സിന് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉണ്ടാകും, അതിന് ഒരു മന്ത്രമുണ്ട്, ഒരു പൂജയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരത് കേട്ട് പോട്ടെ. നമുക്ക് പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിൽ കുറേ കാലം കൂടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണോ? ദൈവമക്കളായിട്ട് ജീവിക്കണം. എന്നിട്ട് സ്വർഗത്തിൽ പോകാനുള്ളവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം. അതല്ലാതെ ഇവിടെ പ്രശ്നം പരിഹരിച്ചിട്ട് അവസാനം ഞാൻ
എൻ്റെ ആത്മാവ് കത്തിച്ചാരമായി കഴിഞ്ഞിട്ട് എനിക്ക് എന്താ അഭിമാനിക്കാനുള്ളത്? ക്രൂരതയിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്ന ആ ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഗോലിയാത്താണ് ഭയം, ഫിയർ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഭയം. ഒരിക്കലും നല്ല വണ്ണമൊക്കെ ഉള്ളൊരു പൊങ്കച്ച യുവതി, അവൾ പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ പാറ്റായെ ഭയങ്കര പേടിയാണ്. പാറ്റായ ഞാൻ അവളോട് പറഞ്ഞു, എടി നിൻ്റെ ഒരു കാലെടുത്ത് പാറ്റായുടെ മുകളിലോട്ട് വെച്ചാൽ ആ പാറ്റായുടെ അവസ്ഥ തന്നെ ആയിരിക്കും. രണ്ടു കാലം വെക്കണ്ട, അത് ചമ്മന്തി പരിപാടിയല്ലേ. പിന്നെ നീയാണ് ഇത്രയും തണ്ടു തടിയുള്ള നീ എന്തിനു പാറ്റായി പേടിക്കണം? അതൊക്കെ ശരി, എനിക്കറിയാം, പക്ഷേ എനിക്ക് ഈ സാധനത്തിന് മാത്രം ഭയങ്കര പേടിയാണ്. കണ്ട പല്ലിയും പാറ്റായും ഒക്കെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്, പക്ഷേ ദൈവഭയം അത് മാത്രമില്ല. നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് ദൈവഭയം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ വരുത്തണമെങ്കിൽ ദൈവഭയം, അതാണ് നന്മ പകരുക. അപ്പം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ ഒരു ഡിസോർഡർ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാ മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഭയം കടന്നാൽ ഈ ഗോലിയാത്ത് നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 29-25, സുഭാഷിതങ്ങൾ 29-25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭയം ഒരു കെണിയാണ്. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നതായിരിക്കാം, രോഗത്തെ ഭയപ്പെടുന്നതായിരിക്കാം, അങ്ങനെ ഏതും ആയിക്കോട്ടെ, ഒരു കെണിയാണ്. കെണിക്കകത്ത് പെടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ? ആ കെണിയിൽ പെടാതിരിക്കണമെങ്കിൽ ഈ ഭയം, ഈ ഗോലിയാത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ജോബിൻ്റെ പുസ്തകം 3:25 പരിചയമില്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ എന്തിനെ ഭയപ്പെട്ടോ അതെൻ്റെ പുറകെ വന്നു. അല്ല വേണേ ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ, അയ്യോ പ്രാക്ടിക്കൽ ആക്കണോ, വേണേ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഒരു പട്ടിയെ കാണുമ്പോൾ ആ പട്ടിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയാൽ മതി, പട്ടിക്കൊരങ്കലം പാകും. പട്ടിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്നേലും ധൈര്യമുള്ള ആളാണല്ലോ ഇവരുടെ നോട്ടമൊക്കെ കണ്ടിട്ട്. ഇനി ഇതിന് പകരം നിങ്ങൾ പതുക്കെ പമ്മി അവിടെ നിന്ന് ഓടാൻ നോക്കിയാൽ മതി. ചിലരൊക്കെ കടിമേടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. മര്യാദയ്ക്ക് അവിടെ നിൽക്കുമായിരുന്നു ആ പട്ടി ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് പോകണ്ടല്ലോ. നമ്മൾ ഓടനെ കണ്ടപ്പോഴേ പട്ടിക്ക് മനസ്സിലായി ഇത് ഭീരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്ലാനും ഇല്ലായിരുന്ന പട്ടിയാണ് ഓടിച്ചെത്ത് കടിക്കും. ഏതാണ്ട് ഈ അവസ്ഥയിൽ ഭയം മൂലം ജീവിതം താറുമാറാക്കുന്ന വ്യക്തികളുണ്ട്. ഏതായാലും കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് നിറവേറാതെ പോവോ? ഭയമൊരു കെണിയാണ്. നീ എന്തിനെ ഭയപ്പെടുന്നോ അത് നിൻ്റെ പുറകെ വരും, നിൻ്റെ ജീവിതം നശിപ്പിക്കും. നമുക്ക് ഈ അനാവശ്യ ഭയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവഭയത്തിൽ ജീവിച്ചാൽ മതി. പാപം ചെയ്യാനുള്ളൊരു ഭയം നല്ല ഭയമാണ്, അതുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് നന്മ വരുത്തുന്ന കാര്യമാണ് എന്നത് തിരിച്ചറിയുക. മറ്റൊരു ഗോലിയാത്തായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് പെറുപെറുപ്പ്, ആവലാതി, മർമറി. ചിലർ എപ്പോഴും അവർക്ക് കംപ്ലൈൻറ്റ്, ഈ പെറുപെറുപ്പ്, ആവലാതി പറച്ചിൽ, ഇങ്ങനെയുള്ളവരെ കേട്ടിരിക്കാൻ പോലും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പറയുണ്ട് നമ്മുടെ ദൈവമാണെങ്കിലും നമ്മൾ ഈ ഫുൾ ടൈം ഇരുന്നുകൊണ്ട് എന്നാലും എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, എനിക്ക് അവരെ അത്ര ഇല്ലല്ലോ, ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൊതിക്കുറവും പറഞ്ഞ് ആവലാതി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവത്തിനൊരു പ്രീതികരമാകുന്ന കാര്യമാണോ? കുറച്ചുകൂടെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. എല്ലാ കാര്യമൊക്കെ നടന്നു കിട്ടാനാണെങ്കിലും ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 37-4 വചനം വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തിൽ ആനന്ദിച്ച് നന്ദി പറ, നിൻ്റെ അഭിലാഷങ്ങൾ ദൈവം സാധിച്ചു തരും. പറയുണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും അത് നമ്മെ സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നാലാമത്തെ കാര്യമാണ്, ഇംഗ്ലീഷിൽ പറയും ബ്ലെയിമിങ് അതേഴ്സ്, പഴിചാരൽ. പക്ഷെ നിങ്ങളുടെ വീട്ടിലില്ലായിരിക്കാം, പക്ഷേ ഇതുള്ള പല വീട് എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അടുത്തയാളെ പഴിചാരുക. ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ ചീഞ്ഞ കുടി എന്ന് തീരുന്നോ അന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടും, മക്കൾക്ക് ഭാവി ഉണ്ടാവും.
ഉടനെ ഭർത്താവ് എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പുള്ളി പറഞ്ഞതാണ്, ഇവളുടെ ഈ ചീഞ്ഞ വർത്താനം എന്ന് നിൽക്കുന്നോ അന്ന് എൻ്റെ കുടി നിൽക്കും, എൻ്റെ മക്കളിൻ്റെ രക്ഷപ്പെടും. രണ്ടുപേരും പറഞ്ഞതിനകത്ത് കാര്യമില്ല. പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എന്നാ കുടുംബം രക്ഷപ്പെടും? ബ്ലെയിമിങ് അതേഴ്സ്. അത് ഉൽപ്പത്തി 3-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് കാണിച്ചു, അവസാനം നല്ല പറുദീസായിൽ ജീവിച്ചിരുന്നവരാ പെരുവഴിയിലേക്ക് എറിയപ്പെട്ടു. ഇതുപോലത്തെയൊക്കെ അവസ്ഥകൾ വരുത്തി വെക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. ശരിക്കും നമ്മുടെ വിളി മനസ്സിലാക്കി നമ്മൾ ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ പറുദീസ അനുഭവം അതെല്ലാം കളഞ്ഞു കുടിച്ചിട്ട് പെരുവഴിയിലേക്ക് എറിയപ്പെട്ട പോലെ നമ്മൾ നടക്കുക. എന്നാ കാരണം? അനുസരണക്കേട്. അതിനിത് സംഭവിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കാണുകയാണ്, ആദം ഞാൻ അരുതെന്ന് പറഞ്ഞ് നീ ചെയ്തോ, നീ പോടി അകലാനുള്ള കാരണം എന്താ? നീ എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ് തന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അവള് കാരണം ഇതെല്ലാം സംഭവിച്ചു. ഞാൻ അരുതെന്ന് പറഞ്ഞ് നീ ചെയ്തോ? എന്നാ പറ്റിയേ? അതാ സർപ്പം കൗശലപൂർവ്വം എന്നെ വഞ്ചിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഇതാണ് ബ്ലെയിമിങ് അതേഴ്സ്. പഴിചാരൽ. സ്വയമായിട്ട് തെറ്റ് അത് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നതിന് പകരം വല്ലവരുടെയും തല പഴിചാരി പൊക്കോണ്ടിരിക്കുക. ഇത് നിർത്തിയ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഗോലിയാത്ത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ സാത്താന് വളരെ എളുപ്പത്തിൽ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റും. ഈ ഗോലിയാത്തിനെ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ ഉണർത്തിയെടുക്കണം. അങ്ങനെയുള്ളിടത്ത് സാത്താൻ കിടന്ന് അവൻ്റെ പഠിച്ച പണി 18 നോക്കിയാലും നമ്മുടെ മേൽ വിജയം വരിക്കാൻ പറ്റത്തില്ല. 5-ാമത്തെ കാര്യമാണ്, ഒത്തിരി പേരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നൊരു കാര്യമാണ് മനുഷ്യപ്രീതി. ശരിക്കും നമ്മളൊന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം ദൈവപ്രീതിക്ക് വേണ്ടിയാണോ മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണോ? ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ നമ്മളെല്ലാവരും സമ്മതിക്കേണ്ടി വരും, കൂടുതലും മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണ്. മനുഷ്യപ്രീതി അത് ചിലർ ഉപവാസം നോക്കുന്നതും മറ്റ് അങ്ങനെയുള്ള സ്പിരിച്വൽ എക്സസൈസ് പോലും ശരിക്കും ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. മനുഷ്യപ്രീതി. ഗലാത്യർ 1:10 വായിച്ചാൽ, ഗലാത്യർ 1:10 പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്നും മനുഷ്യപ്രീതി നോക്കി പോകുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. എന്തേ ആത്മീയത നമ്മളിൽ തെളിയാത്ത, ഒരാത്മീയ ജ്വലനം നമുക്ക് ഉണ്ടാകാത്തത്? ഒരുപക്ഷെ ഈ ഗോലിയാത്ത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യരെന്ത് പറയട്ടെ? എനിക്കറിയാലോ, ഇപ്പോൾ ഈ നാട്ടിലുള്ള 500 പേര് നിങ്ങളിൽ ഒരാൾ കള്ളനാന്ന് പറഞ്ഞാലും കക്കാതെ നിങ്ങൾ കള്ളനാവുമോ? ശരിക്കും നമ്മൾ ആരാണെന്നുള്ളതാണോ അതോ മനുഷ്യർ എന്നാ പറയുന്നു എന്നുള്ളതാണോ നമുക്ക് പ്രധാനപ്പെട്ടത്? ഈ ഭൂമിയിലുള്ള സകലരും പറയുകയാണ്, ഒരിക്കൽ പോലും കള്ളത്തരം കാണിക്കാത്ത വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞാലും കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. കർത്താവിനറിയാം, കർത്താവ് അവരെ കള്ളത്തരം കാണിച്ച വ്യക്തിയായിട്ടാണ് അവരെ കാണുക. ഈ ദൈവത്തിൻ്റെ കണ്ണുകളിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരാണ്? അതാണ് പ്രധാനപ്പെട്ടത്. അത് ഈ മനുഷ്യപ്രീതി നോക്കി പോകുന്നവർക്ക് ആ ഓർഡർ ചിലപ്പം പാലിക്കാൻ പറ്റുമെന്ന് വരില്ല. 6-ാമത്തെ കാര്യമാണ് ആകുലത. ഇതിന്ന് ജീവിത സൗകര്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഞാൻ ഓർത്തിട്ടുണ്ട് ആകുലത. പഴയതുപോലെ ഒന്നുമല്ല. നിങ്ങളുടെ പിള്ളേരുടെ കാര്യം നോക്കിയേ. നിങ്ങളുടെ ആ പ്രായത്തിൽ ഇത്രയും ആകുലത ഉണ്ടായിരുന്നു? നിങ്ങൾ വേണേ ആ പ്രായത്തിൽ വേണേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു, ഇത്രയും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണേലും ഈ ഓണം വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പുറത്തൂടെ ഓടുന്നു, എന്തെല്ലാം ഗെയിം, പിന്നെ മരത്തെ കയറ്റം. അന്നൊക്കെ മരത്തെ കയറിയപ്പോൾ എങ്ങനെ താഴെ പോയെങ്കിൽ അവിടെ കിടന്ന് ചത്തേനെ. കാരണം ഇവരാരും വീട്ടുകാരും പുറകെ വന്ന് അയ്യോ കൊച്ചെവിടെയാ, എവിടെയാ കൊച്ച്, അതെങ്ങോട്ടെങ്കിലും പോയാൽ തിരിച്ചു വന്നോളൂ. വന്നില്ലേ അവർ വന്ന് നോക്കിക്കോളൂ. അത് ആ സമയത്തൊന്നും നോക്കത്തില്ല. ഇന്നത്തെ പിള്ളേരുടെ ഫണ്ണെന്നാ. അന്ന് എന്തെല്ലാം ഇത് പുറത്തോട്ടിറങ്ങിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് എന്തുമാത്രം ഫ്രീ ആയിരുന്നു, ശുദ്ധമായിരുന്നു. മൊത്തം മുറിക്കാത്ത ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞ
എൻ്റെ മകൻ സൂര്യനെ കണ്ട ദിവസം പോലും മറന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഇനി അത്രയും വലിയ സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ആ കുടുംബം ശരിക്കും പറഞ്ഞാൽ അവർ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നുണ്ടോ? പറയുണ്ടേ, നമുക്ക് ഈ ജീവിത സൗകര്യങ്ങളെക്കാൾ നമുക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യം വർദ്ധിക്കുമ്പോൾ അതൊന്നും മറന്നേക്കരുത്. പണ്ടൊക്കെ 10 വർഷം മുമ്പ് ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന പലതും ഇന്ന് വിദൂരത്തായി. ബന്ധങ്ങൾ നേരത്തെയൊക്കെ ഇതിന് മാത്രം വൃദ്ധമന്ദിരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അത് അപ്പനും അമ്മയ്ക്കും എന്നാ രോഗമുണ്ടെങ്കിലും എന്നാ പ്രശ്നമുണ്ടെങ്കിലും വീട്ടിൽ നോക്കുമായിരുന്നു. ഇന്നിപ്പം അപ്പനെ അമ്മേനെ വെച്ച് വിലവേശല. ഒരാഴ്ച ഞാൻ നോക്കിയില്ലേ, എന്നെ മാത്രമല്ലല്ലോ ഈ തള്ള പ്രസവിച്ചേ, നിങ്ങളുടെയും കൂടെ ഡ്യൂട്ടി അല്ലേ വിലപേശലേ. എന്നൊക്കെ നേരത്തെ ഹൃദയത്തോട് ചേർന്നിരുന്ന പലതും, നേരത്തെ വിദൂരത്തായിരുന്ന പലതും കേട്ടോ ഇപ്പം ഫോണ് അങ്ങെടുത്താൽ മതി, വിരൽ തുമ്പിലാണ്. ഒരു ഫോണും ഇൻ്റർനെറ്റും ഉണ്ടോ, ഈ ലോകത്ത് എവിടെ നടക്കുന്ന വൃത്തികേടും വേണേൽ നമുക്ക് അതിനകത്തൂടെ സമ്പാദിക്കാം. പറയണ്ടേ, ജീവിത സൗകര്യം വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. ദൈവത്തിൽ നിന്ന് കിട്ടാവുന്നത് ദൈവത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് 2 3 ഫോണുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൽ നിന്ന് കിട്ടാവുന്നത് അതിലൂടെയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് ആകുലത. ഇന്ന് ഒരുപാട് പേരുടെ ആകുലത, ആങ്സൈറ്റി, അതിങ്ങനെ മൗണ്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചില മാതാപിതാക്കളും ഇത് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക മക്കൾക്ക്. ഞാൻ കേട്ടോ ഒരു പുള്ളിക്കാരത്തിയുടെ ആ മുഖത്തൊക്കെ എന്നാ ആകുലതയാണെന്നറിയോ. ചോദിച്ചു പിടിച്ചു വന്നപ്പോഴത്തേക്കും 2 പെൺപിള്ളേരാ, അവരുടെ ഭാവി ഓർത്തിട്ടാണ് ഇവർക്ക് ആകുലത. കല്യാണമൊക്കെ കഴിക്കാൻ ആ സമയത്തൊക്കെ നല്ല ചെറുക്കനെയൊക്കെ കിട്ടുമോ. മൂത്ത കൊച്ചിന് എത്ര വയസ്സുണ്ട്? അത് 3ാം ക്ലാസ്സിൽ പഠിക്കണതാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിനെ വെച്ചോണ്ട് അമ്മയ്ക്ക് ആകുലത. അപ്പോൾ ഈ കൊച്ചിന് എന്നാ കൊടുക്കാൻ പോണേ? കാരണം നമ്മുടെ പിള്ളേർ ഈ അവസ്ഥയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ തന്നെ കൺട്രിബ്യൂഷനാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആ ദൈവത്തെ കൊടുത്ത് മക്കളെ വളർത്തുന്നില്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന എന്താണ് നമ്മൾ തിരിച്ചറിയണം. 7ാമത്തെ കാര്യമാണ് നിഷേധാത്മകത, നെഗറ്റിവിസം. അത് ചിലരുടെ സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ഒക്കെ നമ്മൾ കാണുന്നത് നെഗറ്റിവിസം. പഴയതുപോലെ ഒന്നുമല്ല കേട്ടോ. ഇപ്പം പിള്ളേരാണേലും വിളിച്ചു പറയണത് മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, എന്തിനാ എന്നെ സൃഷ്ടിച്ചേ? അല്ലേ, എന്നെ ചുവനേരെ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നെങ്കിൽ എന്തിനിതിന് പോയി? ഒരു കാരണവശാലും നിൻ്റെ മാതാപിതാക്കളോട് ഈ ചോദ്യം ചോദിക്കരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കണേ. നമ്മുടെ മക്കൾ വില്ലന്മാർ, അവരുമുണ്ടായിരിക്കുമോ? പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതിനേക്കാളൊക്കെ, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളൊക്കെ, വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാളും ഒക്കെ ഈശോയെ കൊടുത്ത് വളർത്താൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ കുറച്ചുകൂടെ സുരക്ഷിതരായിരിക്കും, നമ്മുടെ കുടുംബം കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. പിന്നെ അതൊക്കെ മറന്ന് ലോകത്തിൻ്റെ ആ ഒരു ട്രെൻഡ് പിടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരും. 8ാമത്തെ കാര്യമാണ് സംശയം. ശരിക്കും നിങ്ങൾ മർക്കോസ് 9:23 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വേറെ ആരെയും, ഒരു ധ്യാനഗുരുക്കന്മാരെ പോലും നമ്മൾ ഒരുപാട് ആശ്രയിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. എങ്ങനെയാണ്? മർക്കോസ് 9:23 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. യാക്കോബ് 1:6 പറയണത്, സംശയമനസ്കർക്ക് എല്ലാ കാര്യത്തിലും ചഞ്ചലപ്രകൃതിയായവർക്ക് ഒന്നും കർത്താവിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ചിലരുടെ കാര്യം കേട്ടിട്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്. ഭയങ്കരം പ്രാർത്ഥനയും, പ്രാർത്ഥനയിൽ സ്ഥിരമായ പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോഴും സംശയം, ഇത് നടക്കുമോ? അല്ലെങ്കിൽ ഈ വല്ലൊക്കെ നമുക്കിട്ടെതിരെ ചെയ്തിട്ടുണ്ടോവാ? അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ വരുന്നത് എവിടെ പോയി നമ്മുടെ വിശ്വാസം? സംശയമനസ്കർക്ക് കർത്താവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. 9ാമത്തെ കാര്യമാണ് വെറുപ്പ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന്
നമ്മൾ കൊന്നു കുഴിച്ചു മൂടേണ്ട ഒരു ഗോലിയാത്താണ് വെറുപ്പ്. വെറുപ്പ് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. മത്തായി 5:23 വായിച്ചാണ്. നീ നിന്റെ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടാതെ പ്രാർത്ഥിക്കാൻ പോയിരുന്നിട്ടോ, നീ വിശുദ്ധ ബലിയർപ്പിക്കാൻ പോയിരുന്നിട്ടോ, നീ ശുശ്രൂഷ ചെയ്യാൻ പോയിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നീ വേണേ രോഗശാന്തി പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയേക്കാം, പക്ഷെ നിനക്ക് കിട്ടിയല്ല. അത് വചനം ആ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മേഖല നമ്മൾ ക്ലിയർ ചെയ്യണം. അവസാനത്തെ ഒരു ഗോലിയാത്തായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഞാനെന്ന ഭാവം, ഈഗോയിസം. ഇത് ശരിക്കും ദൈവത്തെ അറിയുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും ഈഗോ അത് നമ്മൾ വട്ടപൂജയാക്കണം. ഇത് സാധിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഐ ഡോണ്ട് എക്സിസ്റ്റ്, ഈഗോ ഞാനെന്ന ഭാവം അത് വട്ടപൂജ്യമാകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ വളർന്ന് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് ദുഷ്ടാത്മാവ് വന്നാലും, ഏത് മന്ത്രവാദി കൂടോത്രക്കാരൻ നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ പരാജയപ്പെടത്തില്ല. വിജയം നമ്മുടെ പക്ഷത്തായിരിക്കും. കാരണം ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്.